ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് പൊടി ചമ്മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് വന്നിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ്. ഒരു 4 ഉണ്ട്, പക്ഷേ അത് വലിയ ചുവന്നുള്ളിയാണ്. അപ്പോൾ അതിൽ തന്നെ അപ്പോൾ ഒരു അല്ലിയിൽ തന്നെ 2 ചുവന്നുള്ളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 6-7 എണ്ണക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് തൊലി കളഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നല്ല ചെറുതാക്കിയിട്ട് തന്നെ അരിയാം. ഇത്രയും നൈസാക്കാൻ പറ്റുന്നോ അത്രയും നൈസാക്കിയിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ ഒരു മുളക് പൊടി ചമ്മന്തി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ വരെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ എന്താ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇതുപോലെ എല്ലാ ഉള്ളികളും പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ചതയ്ക്കുന്ന അതില്ലേ അത് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും ആദ്യമേ ഉള്ളി ചതച്ച് കൊടുക്കുക. പക്ഷേ ഉള്ളി നമ്മൾ അത് ചതക്കില്ല, അതേപോലെ ചതക്കണ്ട. ഇതുപോലെ പൊടിയാക്കി അരിഞ്ഞതിന് ശേഷം മാത്രം ചെറുതായിട്ടൊന്നിങ്ങനെ ചതച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ചതച്ചെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇത് ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി തന്നെ പിരിയും മുളക് പൊടി അതന്നെ ഇട്ട് കൊടുക്കുക. എരിവുള്ള മുളക് പൊടി ചേർക്കരുത്, കാരണം നമ്മളിത് മുളക് പൊടി ചമ്മന്തിയാണ്, മുളക് പൊടി മാത്രം വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എരിവുള്ള മുളക് എടുക്കരുത്, എരിവില്ലാത്തത് തന്നെ എടുക്കുക കേട്ടോ. ഞാൻ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്, ആവശ്യമുള്ള ഉപ്പന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കായപ്പൊടി, കായപ്പൊടി കേട്ടോ, നുള്ളിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതെന്താ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ച ചമ്മന്തി കൂട്ടില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തി ചൂടാക്കുന്നില്ല, ഈ എണ്ണ ഒന്ന് ചൂടാക്കി ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇത് ഒഴിച്ച് കൊടുത്താൽ അപ്പം തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ മുളക് പൊടി എന്ന് വെച്ചാൽ എരിവില്ലാത്ത മുളക് പൊടി തന്നെ എടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ കറി ഉണ്ടാക്കാനൊക്കെ സമയമില്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ അതുപോലെ ചോറിനൊക്കെ ഇത് മാത്രം മതിയിട്ട് കഴിക്കാൻ. നമ്മളിപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇട്ടാൽ വെള്ളം ഒരുപാട് കൂടണ്ട. അതുപോലെ ചമ്മന്തി ഒരുപാട് ലൂസാവാനും പാടില്ല. അത് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് കുറുകിയ ടൈപ്പിൽ വേണം കിട്ടാൻ. ഒരുപാട് ലൂസാക്കരുത് ചമ്മന്തി. ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. 2 മിനിറ്റോടെ നമ്മുടെ ചമ്മന്തിയോടെ റെഡി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.